ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാത്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം തോന്നി. വേണ്ട, ഇപ്പോൾ ഈ ചേട്ടൻ നമ്മളിന്ന് വിട പറഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ കുറച്ച് പേരുണ്ട് ഫോണും ബുക്കും പിടിച്ചുകൊണ്ട് ബസ്സിൽ കയറിയിട്ട് എന്നെ തൊട്ടെ എന്നെ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീഡിയോ എടുക്കുകയും ആ വീഡിയോ സോഷ്യൽ മീഡിയ ഇട്ട് എനിക്ക് റീച്ച്, ലൈക്ക്, ഇതൊക്കെയാണ് അവരുടെ മെയിൻ ലക്ഷ്യം, അല്ല വേറെ ഒന്നുമല്ല. ഇപ്പം ആ പുള്ളിക്കാരുടെ വീഡിയോ ശ്രദ്ധിച്ചാൽ കൃത്യം അറിയാൻ പറ്റും. തൊടാൻ വന്നു കഴിഞ്ഞാൽ ഒന്നാം ബസ്സിൽ നല്ല തിരക്കാണ്, ആ ബസ്സിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടും ചെയ്യും. പുള്ളിക്കാരത്തേക്ക് മാറി നിൽക്കാം, ചെയ്തില്ല. എന്നെ തൊടി ചേട്ടാ, എന്നാലേ എനിക്ക് റീച്ച് കിട്ടുള്ളൂ, എനിക്ക് ലൈക്ക് കിട്ടുള്ളൂ എന്നതിന് വേണ്ടി തന്നെ ചെയ്ത് ആ ചേട്ടൻ ഇപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ആ ചേട്ടൻ്റെ മനോവിഷമം എന്തായിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതെന്തെങ്കിലും ആട്ടെ, ഒരു വർഷം മുന്നേ KSRTC ബസ്സിൽ ഞാനും എൻ്റെ വൈഫും അവളുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുള്ളിക്കാരത്തെ കയറി മാന്തി. പുള്ളിക്കാരത്തി ആദ്യം ക്ഷമിച്ചു, പിന്നെയും കയറി മാന്തി. പട സൗണ്ട് കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടത് ആ പുള്ളിക്കാരനെ കയറി പൂതിരം തല്ലായിരുന്നു. രണ്ടടി കൊടുത്ത് ആ അടിയുടെ സൗണ്ട് ആ ബസ്സിന്റെ അങ്ങേ അറ്റം വരെ കേൾക്കായിരുന്നു. ഇതുപോലെ പ്രതികരിക്കുക, അല്ലാതെ ലൈക്കിന് വേണ്ടി, ഷെയറിന് വേണ്ടി ഇങ്ങനെ ഓരോ പോക്കത്തിനെ കാണിച്ച് ഈ സോഷ്യൽ മീഡിയ ഇടുമ്പോൾ അവർക്കും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉണ്ടെന്ന് ഒന്ന് സൂചിച്ചായിരിക്കും. നേരത്തെ ബസ്സിൽ പോക്കറ്റടി ഉണ്ട്, സൂക്ഷിക്കുക എന്നായിരുന്നു. ഇനിയിപ്പോൾ ആ ബോർഡ് മാറ്റിയിട്ട് ഫോണുമായിട്ട് പെണ്ണുങ്ങളുണ്ട്, സൂക്ഷിക്കുക എന്നാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.